നമ്മളിപ്പോൾ എത്തിര നല്ല ഫോണങ്ങ് ഉണ്ടായിട്ടാലും എത്തിര സ്പീഡുള്ള നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും പ്ലേ സ്റ്റോറിൽ ഒരു പ്രശ്നമാണ്. ചില സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നേരം ഡൗൺലോഡ് പെൻഡിങ് എന്ന് ഇങ്ങനെ എഴുതി കാണിക്കുക, അങ്ങനെ കറങ്ങല്ലാണ്ട് അത് ഇങ്ങ് ഡൗൺലോഡ് ആകില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷന് അപ്ഡേറ്റ് വന്നാൽ ഒരു പോപ്പപ്പ് മെസ്സേജ്, നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുന്ന ഒരു പോപ്പപ്പ് മെസ്സേജാണ്, കുഡിന്റെ അപ്ഡേറ്റ് ആപ്സ്. ഈ പ്രശ്നം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? വളരെ ചെറിയ ഒരു സെറ്റിംഗ്സ് മാറ്റം വരുത്തുന്നതിൽ കൂടെ പ്ലേ സ്റ്റോറിലെ ഈ പെൻഡിങ് പ്രശ്നം അല്ലെങ്കിൽ അപ്ഡേറ്റ് ആകാത്ത പ്രശ്നം നമുക്ക് പരിഹരിക്കാം. മുമ്പ് മളിനെ പറ്റി ഒരു വീഡിയോ ചെയ്താട്ടോ, പക്ഷെ അധികം ആൾക്കാരൊന്നും അത് കണ്ടിക്കില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ചോദിക്കുന്നേരം വീണ്ടും ചെയ്യാണ്ട് എന്താക്കിയാ നമുക്കൊന്നുകൂടി പറഞ്ഞു തരാന്ന്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് പോയിട്ട് ആപ്ലിക്കേഷൻ സെക്ഷനിലേക്ക് പോവുക. ആപ്ലിക്കേഷന്റെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. താഴെയോ ഉണ്ടാവും, ഇല്ലാണ്ട് റേഡിയോ ഒളിച്ചു കുത്തിരിക്കുന്നുണ്ട്, നോക്കട്ടെ. ഇതാ മക്കളെ, കിട്ടി ഗൂഗിൾ പ്ലേ സ്റ്റോർ. ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതില് സ്റ്റോറേജ് എടുത്തിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ, ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുക, ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നാൽ അതിൻ്റെ അടുത്ത് തന്നെ ഗൂഗിൾ പ്ലേ സർവീസസ് എന്നുണ്ടാവും. ഗൂഗിൾ പ്ലേ സർവീസസ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെയും ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്യുക. മാനേജ് സ്റ്റോറേജ് എടുക്കുക. മാനേജ് സ്റ്റോറേജ്, അതിൽ ക്ലിയർ ഡാറ്റ, ഈ ക്ലിയർ ഡാറ്റ കൊടുക്കുക. സംഭവം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെയും ഗൂഗിൾ പ്ലേ സർവീസസിന്റെയും ഡാറ്റ ക്ലിയർ ചെയ്ത് ഇനി നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അവിടെയും 2 സെറ്റിംഗ്സ് മാറ്റം വരുത്തുക. പ്ലേ സ്റ്റോർ തുറക്കുക. പ്ലേ സ്റ്റോർ തുറന്നിട്ട് മേലെ പ്രൊഫൈൽ പിക്ചറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ സെറ്റിംഗ്സ് എടുക്കുക. ഈ സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്ന് കാണാം, അതൊന്ന് എടുത്തിട്ട് ഓവർ എനി നെറ്റ്വർക്ക് എന്നാക്കി കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്നിട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതും നേരത്തെ പോലെ തന്നെ ഓവർ എനി നെറ്റ്വർക്കിലേക്ക് മാറ്റി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലെ ആ പ്രശ്നം അങ്ങ് തീരും. സംഭവം തിരിഞ്ഞിക്കാം. ചില ഫോണിൽ ഇത് ഈ സെറ്റിംഗ്സ് ഒക്കെ മാറ്റം വരുത്തിയതിനു ശേഷം ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നാലും മിക്കവാറും ഫോണിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയല്ല. നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നേരവും അതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നേരമുള്ള ആ പെൻഡിങ് പ്രോബ്ലം അല്ലെങ്കിൽ കറക്കം ആടെ നിൽക്കും. ഈ കറങ്ങൽ വല്ലാത്തൊരു പ്രശ്നം കേട്ടോ. ഒന്ന് കറങ്ങണ എത്രയാ ചെലവ്. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.